ആകേഷ് ഇന്നിവിടെ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ബീഫ് റോസ്റ്റാണ്. എല്ലോട് കൂടിയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കിച്ചണിലേക്ക് ഒന്ന് പോയാലോ. ഞാനിന്ന് ചെയ്യാൻ പോണത് പക്കുവാരി എല്ലോട് കൂടിയുള്ള ഒരു ഇറച്ചിയുടെ റോസ്റ്റാണ്. എടുത്തു വച്ചിരിക്കുന്ന ബീഫ് നല്ല അടിപൊളിയായിട്ട് കഴുകി വെക്കാം. ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴുകണം. നല്ല വെടിപ്പാക്കി കഴുകാം. കഴുകി വെച്ചേക്കണ അത് ഒരു ഉറ്റക്കൊട്ടയിലേക്ക് വെള്ളം വാരാനായിട്ട് വെക്കാം. വെള്ളം വാർന്ന് പോയിട്ട് അടിപൊളിയായിട്ട് ഒന്ന് വെള്ളമൊക്കെ പറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇതൊരു മിക്സിയിലടിക്കാം. ഒരു കുക്കറെടുത്ത് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇടാം. അത് കഴിഞ്ഞാൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി അടിച്ചു വെച്ചിരിക്കുന്നത് കുക്കറിലേക്ക് ഇടാം. കൂടാതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പ് അല്പം ചേർക്കാം. ആവശ്യത്തിന് പാകത്തിന് ഇട്ടായിട്ടാം. അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കണം. മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കണം. ശരിക്കൊന്ന് ഇളക്കി കയ്യിലിട്ടിട്ടാണ് ഇളക്കണത്. തിരുമ്മി എടുത്തെടുക്കണം. ഒരല്പം വെള്ളം അതിനകത്ത് ഒഴിക്കണം. നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ തിരുമ്മി ജാറ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിനകത്തേക്കുള്ള വെള്ളം അതിനകത്ത് ഒഴിക്കാം. ലേശം അധികം ഒഴിക്കണ്ട കേട്ടോ, കുറച്ചൊഴിച്ചാൽ മതി. അടപ്പനൊക്കെ ഇട്ട ശേഷം നമ്മുടെ ഇറച്ചി ഏകദേശം വേവാനായിട്ട് ഒരു അടുപ്പിലേക്ക് കയറ്റാം. അടുപ്പിന്റെ മുകളിൽ വെക്കാം. അടുപ്പ് കത്തിക്കാം. ചെറിയ അടുപ്പാണ്, ചെറിയ തീയിലാണ് വേവിക്കണം. 8 വിസിലടിക്കേണ്ടി വരും. ഈ ഇറച്ചിയിലേക്ക് ചേർക്കാനുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, സവാള, തക്കാളി, വേപ്പില. ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ഇടാം. സവാള ഇട്ടതിന് ശേഷം സവാള ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴാണ് തക്കാളി ഇടുന്നത്. സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പം അത് തക്കാളി നന്നായിട്ട് പൊരിയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്ത് വെച്ചേക്കണ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതിനകത്ത് തട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞോട്ടെ. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞോട്ടെ. ഏകദേശം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ മസാലയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ സ്ഥലത്തും പിടിക്കണം. ബീഫ് ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്.
ഇനി ഇതൊരു സർവീസിങ് പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഒരു തക്കാളിയും 2 വേപ്പിലയൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവണം. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ എല്ലാവരും ഇത് വെക്കണേണ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരി വെക്കാം. ഇപ്പം എൻ്റെതായ സ്റ്റൈലിൽ കൂടി ഞാനിത് വെച്ചാണ്. സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുറവാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.